അപ്പോൾ നമ്മൾ ഇന്നലെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ യാത്ര വൈൻഡപ്പ് ചെയ്തായിരുന്നു. കാരണം ടൈഗർ നെസ്റ്റിൽ നിന്ന് വന്ന് ഒത്തിരി ടയർഡായി. എൻ്റെ രാകേഷ് സാർ നല്ലപോലെ ടയർഡായി. ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയിട്ട് തിരിച്ച് റൂമിൽ വന്നു. ഇന്ന് അതിൻ്റെ അടുത്ത ദിവസമാണ്. ഞങ്ങളൊരു റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു. ഇന്ന് നമുക്കുള്ള 2 ഡെസ്റ്റിനേഷൻ ആയിരുന്നു. അതിലൊന്ന് നമ്മൾ ഈ പുറകെ കാണുന്ന പാറു എയർപോർട്ടാണ് കേട്ടോ. ഈ പാറ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വൺ ഓഫ് ദ ഡേഞ്ചറസ് എന്ന് തന്നെ പറയാം. ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള 15 പൈലറ്റ്സിന് മാത്രമേ ഇവിടെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനായിട്ടും അവർക്ക് അനുവാദമുള്ളൂ. അവർ മാത്രമേ ഇവിടെ ലാൻഡും ടേക്ക് ഓഫും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അപാരമാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കാണാം. ശരിക്കും ഒരു വാലി സൈഡിലാണ് ഈ ശരിക്കും എയർപോർട്ട് എന്ന് പറയുന്നത്. ചുറ്റിനും മലകളാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി സറൗണ്ടഡ് വിത്ത് മൗണ്ടൻസ്. സോ ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ടാസ്ക്. കാരണം ഏത് സൈഡിൽ നിന്നും എങ്ങനെ വേണം ഈ ഒരു വിൻഡ് ബ്ലോ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ അവർ ടേക്ക് ഓഫ് ലാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് റിസ്ക്കാണ്. പിന്നെ ഇതിൻ്റെ ബ്യൂട്ടിയാണ് ശരിക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബേർഡ് ഐ വ്യൂ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് നമുക്ക് ഈ പാറോ എയർപോർട്ടിൻ്റെ കംപ്ലീറ്റ് ലുക്ക്, അതായത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം കാണും. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ടേക്ക് ഓഫ് കണ്ടു. അപ്പം ഒരു ലാൻഡിങ് ഉണ്ടായിരുന്നു. ശരിക്കും ലാൻഡിങ് ആയിരുന്നു കണ്ടത്. ലാൻഡിങ് ആണ് ബ്യൂട്ടിഫുൾ. പക്ഷേ മിസ്സായി. ജസ്റ്റ് ഞങ്ങൾ എത്തുന്നതിനൊരു 10-15 സെക്കൻഡിനുള്ളിൽ അത് ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇവിടുന്ന് മെയിനായിട്ട് 2 എയർക്രാഫ്റ്റ് കമ്പനികളാണ് ഇവിടുന്ന് ഫങ്ഷൻ ചെയ്യുന്നത്. ഒന്ന് ഡ്രൂക്ക് എയർ, അത് നമ്മുടെ ഭൂട്ടാനീസ് ഗവൺമെൻറ്റിൻ്റെയാണ്. പിന്നെ ഒന്ന് ഭൂട്ടാൻ എയർവേസ്. ഇതാണ് മെയിനായിട്ട് 2 കമ്പനികൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കൽക്കട്ടയിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് എയർക്രാഫ്റ്റ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് പാറോ എയർപോർട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഇനി നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചും വണ്ടികളെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചും ഒരു വൺ ഓഫ് ദ എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരിക്കും അത്. അതായത് ഭൂട്ടാനിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മോട്ടോറബിൾ പാസ്. ഓക്കെ, അത് നമ്മൾ ചെന്നിട്ട് കാണാം. സ്ഥലം ഏതാണെന്നൊക്കെ ഉള്ളത് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, ജസ്റ്റ്
ഓക്കെ. സോ ഫൈനലി നമ്മൾ ചെല്ലില പാസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ചെല്ലില പാസ് ഏകദേശം 13,000 അടിയോളം ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. ഭൂട്ടാനിലെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഹിമാലയൻ്റെ പാർട്ടാണ്. ഹിമാലയൻ റേഞ്ചസ്. സോ ഐ ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ്. നമുക്ക് അങ്ങ് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ടവർ മാറ്റിയിട്ട് കുറച്ചും കൂടെ അപ്പുറത്ത് നോക്കാം. ഓക്കെ, കാണുന്നത് മുഴുവനും ഹിമാലയൻ റേഞ്ചസ് ആണ്. അതായത് ഭൂട്ടാൻ ചൈന ബോർഡറിൽ കാണാൻ സാധിക്കുന്ന ഹിമാലയൻസ് ആണ്. ആ ടോപ്പിൽ കുറച്ച് മേഘം വന്ന് മൂടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ചെറുതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന്. ബ്യൂട്ടിഫുൾ. ഇവിടെ നിങ്ങളുടെ വണ്ടിയായിട്ട് വരണം കേട്ടോ. ശരിക്കും ഒരു അനുഭവം തന്നെ അത്. ഇത്രയും ഹൈറ്റിലേക്ക് വണ്ടി ഓടിച്ച് കയറി വന്ന് ഈ ഒരു കാഴ്ച കാണാമെന്നുള്ളത്. ഇവിടെ കാണാൻ കുറച്ച് ടൂറിസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. ഓ, നല്ല തണുപ്പാട്ടോ. കൈകാലൊക്കെ വരയ്ക്കണം. ഇവിടെ ചായ കിട്ടും. ചായ ഉണ്ട്. നമ്മുടെ വണ്ടി കിടക്കണം. പുലി കേട്ടോ, എൻ്റെ വർണ്ണക്കുട്ടൻ. അങ്ങനെ ട്രക്ക് വരുന്നുണ്ട്. വണ്ടി മിക്കവാറും മാറ്റേണ്ടി വരും. ഓക്കെ, വണ്ടി ഒന്ന് മാറ്റട്ടെ. ഓക്കെ,
ഇവിടുത്തെ വണ്ടികളൊക്കെ അടിപൊളി കേട്ടോ. അത് ഇവിടുത്തെ ഒരു ബസ്സാണ്, ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ബസ്സാണ് ടൊയോട്ടയുടെ കോസ്റ്റർ എന്ന് പറഞ്ഞത്. അടിപൊളി വണ്ടി തന്നെ, കുഞ്ഞ വണ്ടി, ക്യൂട്ടാണ് കാണാൻ. ഒരു വണ്ടി അതുപോലെ വെൽ മെയിൻറ്റൈൻഡ് കേട്ടോ. ഒരു കച്ചറ വണ്ടി പോലും ഇവിടെ കാണാൻ സാധിക്കില്ല. വെൽ മെയിൻറ്റൈൻ ആയിട്ട് എന്നുണ്ടോ ബസ്സിൻ്റെ ഒരു വൈപ്പർ. ഓക്കെ, അങ്ങനെ പ്രോജക്റ്റ് ഡൺടാക് ചിലല ഹയസ്റ്റ് പോയിന്റ് ഓൺ ഡൺടാക് റോഡ്, ഓൾട്ടിറ്റ്യൂഡ് 3988 മീറ്റേഴ്സ് എബവ് സീ ലെവൽ. ഈ ഡൺടാക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ, അതായത് BRO പോലെ തന്നെ ഒരു ഇന്ത്യൻ കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷനാണ്. അവരാണ് ഇവരെ കൂടുതലും റോഡുകളൊക്കെ പണിത് കൊടുക്കുന്നത് കൂട്ടാൻ വേണ്ടി. ചായ കുടിക്കാം കേട്ടോ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ചെലല പാസിൽ നിന്ന് ഇനി ഇറങ്ങുകയാണ്. ഇത് ഹയസ്റ്റ് പോയിൻ്റാണ്. ഇനിയിപ്പം താഴേക്ക് നല്ല ഇറക്കമാണ്. ഇറങ്ങി ഇനി നമുക്ക് ഡയറക്റ്റ് ഉള്ളത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നില്ല, നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകണം. ഭൂട്ടാൻ ഫുൺസോളിങ് നമ്മൾ എൻ്റർ ചെയ്ത സെയിം ബോർഡർ ടൗണിൽ തന്നെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം ഫുൺസോളിങ് ചെന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ഏകദേശം തീരാറായി. പാറയിലാണുള്ളത്. പാറയിലൊരു പെട്രോൾ പമ്പിലാണ് പെട്രോൾ കേട്ടോ. പെട്രോളിൻ്റെ വില കോസ്റ്റ് 71.06. അതായത് നമ്മുടെ നാട്ടിൽ 71 രൂപ. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ 1 രൂപയും ഇവിടുത്തെ ബുദ്ധൻ്റെ നെക്സ്റ്റ് പെട്രോളിൻ്റെ വില കാണാം 71 രൂപ, 71.06. നമ്മുടെ നാട്ടിൽ 1 രൂപയാണ് ഇവിടുത്തെ വിലക്കുറവാട്ടോ ഇവിടെ പെട്രോളിന്. സോ ഫൈനലി അങ്ങനെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് എക്സിറ്റ് ആയിരിക്കുകയാണ്. അകത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഒന്നാമത് താമസിച്ചു ഇരുട്ടി, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഓഫീസ് ടൈമും കഴിയാറായി. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. എക്സിറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ പാസ്പോർട്ടും കൂടെ വരുന്നെങ്കിൽ ആ പാസ്പോർട്ടിൽ ഒരു എക്സിറ്റ് സീൽ ഉണ്ടാവും. നമ്മുടെ ഇമിഗ്രേഷൻ ചെന്നിട്ട് ഒരു എക്സിറ്റ് സീൽ എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ID ആണെങ്കിൽ വോട്ടേഴ്സ് ID നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് കാണിച്ചിട്ട് തിരിച്ചു വരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ അവരൊരു വൈറ്റ് ടോക്കൺ തരും. ഒരു പേപ്പറാണ്, സീൽ വെച്ച് പേപ്പറാണ്. ആ പേപ്പർ സൂക്ഷിക്കണം കേട്ടോ, എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി പോകേണ്ടത്. ആ ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടോക്കൺ കാണിച്ച് നമുക്ക് ഈസിയായിട്ട് എക്സിറ്റ് ആയിട്ട് പോരാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഭൂട്ടാൻ വിശേഷങ്ങൾ. എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും തോന്നുന്നു. കാരണം ഇത് എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഇതുപോലൊരു വേറൊരു രാജ്യത്ത് നിന്ന് ഇതുപോലൊരു ബ്ലോഗ് ചെയ്യുന്നത്. സോ പ്ലീസ് So it's okay. This place is okay. Yeah, this is India. Okay, we are coming. Okay. അപ്പം ചങ്ങായിക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്തൊരു ചടങ്ങുണ്ട്, സ്കാർഫ് ഇടുന്ന ചടങ്ങ്. അപ്പോൾ ആ ചടങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാകേഷ് സാർ, so we are exiting from Bhutan officially. This guy, I will take it off. 5 months തരുമോ? 5 months തരുമോ? ഓക്കെ, ഇതുവരുടെ ഒരു ചെറിയൊരു ആസ് എ ടോക്കൺ ഓഫ് ലവ് അത് ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ. Don't be mad.
കാറ് മേടിച്ചു തരും കേട്ടോ Thank you, Rama. Okay, we had a good time with you. അങ്ങനെ വിജയകരമായി ഞങ്ങളുടെ ഭൂട്ടാൻ ട്രിപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. തിരിച്ച് ദേവറിലെത്തി, ഞങ്ങളുടെ ജോലി സ്ഥലത്തെത്തി. ഇങ്ങോട്ടുള്ള യാത്ര ഒന്ന് ഷൂട്ട് ചെയ്യാഞ്ഞത് അങ്ങോട്ടുള്ള പോലെ തന്നെയാണ് ഇങ്ങോട്ടും. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഭൂട്ടാൻ വിട്ടതിൻ്റെ ഒരു ഹാങ് ഓവറും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നുള്ള ആഗ്രഹമായതുകൊണ്ട് ഷൂട്ടിങ് ചെയ്യാൻ നിന്നില്ല, നേരെങ്ങി പോന്നു. അപ്പം ഈ ഭൂട്ടാൻ യാത്ര എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും അടിപൊളി കാഴ്ചകളായിട്ട് വരുന്നുണ്ട്. ഇനിയും പല യാത്രകളും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ യാത്ര ചെയ്യണം കേട്ടോ. കാരണം നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഇതുപോലെ യാത്ര ചെയ്യാനായിട്ട്, ഫാമിലിയായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം തന്നെ. അത് പക്ഷേ നമ്മൾ ചില കാരണങ്ങൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്കത് ഒത്തിരി മിസ്സാവും. പിന്നീട് അതുപോലത്തെ ഒരു അവസരം ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചു, ഞങ്ങൾ യാത്ര ചെയ്തു. ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രാജ്യം കാണാൻ പറ്റി, അവിടുത്തെ കൾച്ചർ, എല്ലാ കാര്യങ്ങളും, ഫുഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുക. ഇത് നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം ഒന്ന് ആസ്വദിച്ച് ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും നമ്മൾ ഈ ഒരു ജീവിതം നമുക്ക് അടിപൊളിയാക്കി മാറ്റാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് എല്ലാം കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പം ഞങ്ങളുടെ താങ്ക് യു.